ഹലോ മലയാളി ഫോർ അവറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് റോസ്റ്റ് ആണ്. എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ പോർക്ക് റോസ്റ്റ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സവാള അരിഞ്ഞത്, അതേപോലെ കൊച്ചുള്ളി അരിഞ്ഞതുണ്ട്, വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സ് ചെയ്തത്, കറിവേപ്പില, പച്ചമുളക്, തക്കാളി, തേങ്ങാക്കൊത്ത്, ഗരം മസാല, അതേപോലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പോർക്കാണിത്. കഴുകി വൃത്തിയാക്കിയെടുത്ത പോർക്ക് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. നോർമലി നമ്മൾ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അടുപ്പിൽ നേരിട്ട് തന്നെ ഈ സവാളയൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്ന സമയത്ത് തന്നെ അത് വഴണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ചേർക്കാം. പക്ഷേ നമുക്ക് ഗ്യാസിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഈ മെത്തേഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം പോർക്ക് നമ്മൾ കുക്കറിലേക്ക് ഇട്ടു, അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഉപ്പ് ഞാനിവിടെ ചേർക്കുന്നത് പിങ്ക് സോൾട്ടാണ് ഞാൻ ചേർക്കുന്നത്. റോക്ക് സോൾട്ടാണ് എപ്പോഴും കുക്കിങ്ങിന് എപ്പോഴും നല്ലത്. 5 വിസിൽസ് വരുന്നത് വരെ നമുക്ക് മൂടി വെക്കാം. അപ്പോൾ ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം നമ്മൾ തീ കുറച്ച് കൊടുക്കണം. തീ കുറച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 3 വിസിൽ ടു 4 വിസിൽ നമുക്ക് ചെയ്യണം. ഞാനിപ്പം മൊത്തത്തിൽ 4 വിസിലാണ് ഇവിടെ കുക്കറിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഒരു പോർക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് 4 വിസിൽസ് മതി. നിങ്ങൾക്ക് കുറച്ചുകൂടെ ടെക്സ്ചർ മാറി കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വിസിൽസ് വരെ നിങ്ങൾക്ക് പോകാം. പക്ഷെ ഞാനിവിടെ 4 വിസിൽസ് ആണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു ചെറിയ ഉരുളിയാണ് എടുത്തേക്കുന്നത്. ആ ഉരുളി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പോർക്ക് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഞാൻ ആദ്യം എണ്ണ ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് ഞാൻ ഇടുകയാണ്. ആ എണ്ണ ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പച്ച തേങ്ങ നമ്മൾ ഇടുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് വെള്ളം വലിഞ്ഞതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതാണ് അതിൻ്റെ ശരിയായ രീതി. അതാകുമ്പോൾ അതിൻ്റെ വെള്ളവും പോവും. അപ്പോൾ നമ്മുടെ തേങ്ങയിലേക്ക് വീണ്ടും തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഏത് ഓയിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോഴും അതിനകത്ത് ഒരിക്കലും പൊട്ടിത്തെറിക്കുള്ള സാധ്യതയില്ല. അപ്പോൾ അതിനകത്ത് വെള്ളം മൊത്തവും വലിഞ്ഞിരിക്കും. അപ്പം ഇതിലേക്ക് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാനിത് നല്ലവണ്ണം ഓയിലില്ലാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. തേങ്ങാക്കൊത്തിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഞാനിത് പോർക്കിനകത്തേക്കും കൂടെ വേണ്ടുന്ന പോർക്ക് റോസ്റ്റ് ചെയ്യാനും കൂടെ വേണ്ടുന്ന എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഈ തേങ്ങയുടെ കുറച്ചുകൂടെ ഫ്ലേവർ ഇറങ്ങും. ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അതേപോലെ പോർക്ക് ചെയ്യുമ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് സൺഫ്ലവർ ഓയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഉപയോഗിക്കാം. പക്ഷേങ്കിൽ എപ്പോഴും നമ്മുടെ നാടൻ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ എപ്പോഴും കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ തന്നെ കോരി എടുക്കണം. നമ്മുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് കോരി മാറ്റുക. നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റായ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാതിരിക്കുക. അതിൻ്റെ പച്ചമണം മാറണം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഏകദേശം ഒരു ഫ്രൈ അതേപോലെ നമ്മളൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കൊച്ചുള്ളി ചാലക്നിയായിട്ട് കൊടുക്കുന്നു. കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് തന്നെ സവാള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാള ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കുക. നമ്മൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്ത് നിങ്ങൾക്ക് ഒരു അല്പം എണ്ണ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കുമ്പിൾ കുത്തുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ
ആ ഓയിൽ ഒന്ന് ഹീറ്റായിട്ട് വന്നതിന് ശേഷം ജസ്റ്റ് ഒരു 10 സെക്കൻഡ് കാര്യമുള്ളത് ഹീറ്റായി വരാനുള്ളത്. അത് ഹീറ്റായി വന്നതിന് ശേഷം വീണ്ടും ഈ സവാള നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ എപ്പോഴും സവാള അരിയുന്ന സമയത്ത് നമ്മൾ വളരെ തിന്നായിട്ട് വേണം അരിയാൻ. തിന്നായിട്ട് അരിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടത്തുള്ളൂ. നല്ലോണം വഴണ്ടാലാണ് ആ ഒരു പോർക്കിന്റെ ആ ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. ഈ സവാള മൊത്തവും മൂക്കാൻ നിൽക്കരുത്. ആ മൂക്കാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സോട്ട് ആവാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ തക്കാളിയും ആ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാം സോട്ടായി വരുമ്പോൾ ഒരേ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പം ആ ഒരു സവാളയുടെ ചൂടിനകത്തേക്ക് നമ്മുടെ ഈ തക്കാളിയും അതേപോലെ വീണ്ടും ഇതിനകത്തേക്ക് ചൂട് കയറി നല്ലോണം സോട്ടായി വരുമ്പോൾ ആ അവസാനം നമ്മുടെ ആ ഒരു പോർക്ക് റോസ്റ്റിനുള്ള ഒരു മസാല ഉണ്ടല്ലോ, ആ ഒരു മസാലയിലേക്ക് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നല്ലോണം അതങ്ങോട്ട് ഇഴുകിച്ച് വരും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും ഇതേ രീതി ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഇത് എൻ്റെ രീതിയാണ്. ഞാൻ പറഞ്ഞതുപോലെ പലർക്കും പല രീതികളുണ്ട്. അപ്പം പോർക്ക് റോസ്റ്റ് ചെയ്യുന്ന ഇത് എൻ്റെ രീതിയാണ്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. കറിവേപ്പില അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത സമയത്ത് തന്നെ ഞാൻ നല്ല കഴുകി വെച്ച നമ്മുടെ അയ്യത്തു നിന്ന് തന്നെ പറിച്ച് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച് നല്ല ഇതും കൂടെ ഇട്ട് കൊടുക്കുക. ഏതാ? കറിവേപ്പില. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാം ഞാൻ എന്തുകൊണ്ടാണ് ഉപ്പ് ഇതിൽ ചേർക്കാൻ, സവാളയ്ക്കകത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടുമെന്നുള്ളത്. വഴണ്ട് കിട്ടുമല്ലോ എന്നൊക്കെ നമുക്ക് ചിലപ്പം തോന്നുമായിരിക്കും. പക്ഷേ നമുക്ക് സവാള വഴലാൻ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സവാള വഴണ്ട് കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ പോർക്കിനകത്ത് നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് വീണ്ടും ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചേർന്ന് കഴിയുമ്പോൾ ഉപ്പ് കൂടിപ്പോയാൽ നമുക്കത് കുറയ്ക്കണമെങ്കിൽ വേറെ രീതികൾ പിന്നെ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം നമ്മൾ ഇത് അവസാനം വരുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഞാൻ ഓൾറെഡി ഇത് കുക്കറിൽ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നല്ല ഓണം വഴണ്ടതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസി എത്തണം. ഓക്കെ, നല്ലോണം വഴണ്ടതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ഞാൻ 2 ടീസ്പൂണ് 3 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പം 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് നല്ല ഓണം ഇളക്കുക. ഇളക്കുമ്പോൾ നമ്മൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇളക്കണം. എല്ലാ സൈഡും ചേർത്ത് അത് ഇളക്കി നല്ലോണം കൂട്ടി യോജിപ്പിക്കുക. ഇത് പച്ചമണം മാറാനൊന്നുമില്ല. കാരണം നമ്മൾ മുളകും മല്ലിയും എപ്പോഴും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പൊടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ഡബിൾ റോസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് ചേർക്കാം. ഞാൻ ഇവിടെ ഡബിൾ റോസ്റ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്ത ചില്ലി പൗഡർ നേരെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നേരെ ഇപ്പം നമ്മൾ സവാളയിലേക്ക് ഇട്ടതുകൊണ്ട് അത് അതിന്റെ പച്ചമണം എല്ലാം ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. സത്യത്തിൽ അതിന് പച്ചമണം ഇല്ല, കാരണം അത് ഡ്രൈ റോസ്റ്റ് ചെയ്തതായിരുന്നു. ഇപ്പൊ നമ്മുടെ പോർക്ക് ഇവിടെ വെന്ത് നല്ലോണം വെന്തിട്ട് ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പോർക്ക് ജസ്റ്റ് ഇറച്ചി മാത്രമല്ല, ഞാൻ അതിന്റെ വാരിയെല്ലും കൂടെ അതിനകത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോണിനകത്തുനിന്ന് വരുന്ന ടേസ്റ്റ് അത് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഇറച്ചി മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇറച്ചി മാത്രം എടുത്താൽ മതി. പക്ഷെ ഞാനിവിടെ എല്ലും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം എപ്പോഴും ഏത് മീറ്റിൻ്റെയും ബോണിനകത്തുനിന്ന് വരുന്ന ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ആ ജ്യൂസിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ എല്ലും കൂടെ ചേർത്താണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഈ സവാള വഴണ്ടതിനകത്തേക്ക് നമ്മുടെ പോർക്ക് കൂട്ടന്മാർ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക.
പോർക്കിന്റെ സ്റ്റോക്ക് ഞാൻ അതേപോലെ വെച്ചിട്ടുണ്ട്. നമ്മളെടുത്ത സ്റ്റോക്ക് അവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതാദ്യം ഈ പോർക്ക് ഇട്ടത് നല്ലോണം കൂട്ടി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ പോർക്കിന്റെ സ്റ്റോക്ക് ഒഴിക്കത്തുള്ളൂ. അതിലേക്ക് നമ്മുടെ പോർക്കിന്റെ സ്റ്റോക്കും കൂടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പോർക്കിന്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളിത് അടച്ചു വെക്കും. അടച്ച് കറക്റ്റ് ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ തുറന്ന് നമുക്ക് അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇതിലേക്ക് ചൂടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണ്. അപ്പം നമ്മുടെ റോക്ക് സോൾട്ട് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. റോക്ക് സോൾട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഗരം മസാല ഒരു 2 ടീസ്പൂണ് നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലവണ്ണം കൂട്ടി വെച്ചിരിക്കാം. പിന്നെ കുറച്ച് പെപ്പർ ഞാൻ ഫ്രഷ്ലി ഗ്രൈൻഡ് ചെയ്തതാണ്. പെപ്പർ ഫ്രഷായിട്ട് ഗ്രൈൻഡ് ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മണവും എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. സോ പെപ്പറും കൂടി ഇട്ട് നല്ലവണ്ണം വീണ്ടും ഇളക്കി വീണ്ടും ഒരു 10 മിനിറ്റ്, ആ 10 മിനിറ്റിൽ 5 മിനിറ്റ് മൂടി വെക്കുക, 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ടിരിക്കുക. ആ 10 മിനിറ്റ് കുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുത്ത് അതും കൂടെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിത് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ്സ്, അതിൽ 5 മിനിറ്റ്സ് മൂടി വെച്ചും 5 മിനിറ്റ്സ് തുറന്ന് വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ പോർക്ക് റോസ്റ്റ് തന്നെ 10 മിനിറ്റത്തെ ഫുൾ കുക്കിങ് കഴിഞ്ഞ് എടുത്ത സമയത്ത് നല്ല രീതിയിൽ പോർക്ക് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വീണ്ടും ഒരു ഇച്ചിരി കറിവേപ്പില, ഒരല്പം കറിവേപ്പിലയും മല്ലിയില നല്ലോണം ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ മല്ലിയിലയും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പം മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട. അപ്പം നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അപ്പം നമ്മുടെ പോർക്ക് റോസ്റ്റ് ബാൻഡ് ഇവിടെ റെഡി ആയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ ഇതേപോലെ പോർക്ക് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.